ശ്രദ്ധിച്ചു കേട്ടോളണേ. പാടത്തിന്റെ അരികിൽ ഒരു മരത്തിൽ കുറെ കുരുവിക്കുഞ്ഞുങ്ങളും മുത്തശ്ശൻ കുരുവിയും പാർത്തിരുന്നു. ഒരിക്കൽ കൃഷിക്കാരൻ പാടത്ത് ചണവിത്തുകൾ വിതയ്ക്കുന്നത് മുത്തശ്ശൻ കുരുവി കണ്ടു. അപ്പോൾ തന്നെ വേഗം പറഞ്ഞു, മക്കളെ, കണ്ടില്ലേ, കൃഷിക്കാരൻ പാടത്ത് ചണവിത്തുകൾ വിതയ്ക്കുകയാണ്. ഇത് മുളച്ചാൽ ചണനൂലുണ്ടാക്കി അയാൾ നമ്മെ കുരുക്കിലാക്കും. അപ്പോൾ കുരുവിക്കുഞ്ഞുങ്ങൾ ചോദിച്ചു, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ മുത്തശ്ശ? അപ്പോൾ മുത്തശ്ശൻ കുരുവി പറഞ്ഞു, നമുക്ക് കൊത്തി നശിപ്പിക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ കുരുവിക്കുഞ്ഞുങ്ങൾ അത് കേൾക്കാത്ത പോലെ പറന്നുപോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചണവിത്തുകൾ മുളച്ചു പൊങ്ങി. അത് കണ്ട് മുത്തശ്ശൻ പറഞ്ഞു, മക്കളെ, ഇത് കണ്ടില്ലേ, ചണവിത്തുകൾ മുളച്ചു പൊങ്ങിയിരിക്കുന്നു. നമുക്ക് ഇപ്പോഴെങ്കിലും ഇത് കുത്തി നശിപ്പിക്കാം. അപ്പോൾ കുരുവിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഈ കേവലമായ പണിയൊന്നുമില്ലേ, എപ്പോഴും ഒരു വേവലാതിനെ. അങ്ങനെ പറഞ്ഞ് കുരുവിക്കുഞ്ഞുങ്ങൾ പറന്നുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചണവിത്തുകൾ വലുതായി. അത് കണ്ട് കൃഷിക്കാരൻ ഓരോന്നോരോന്നായി വെട്ടുകയായിരുന്നു. അത് കണ്ട് മുത്തശ്ശൻ കുരുവി പറഞ്ഞു, മക്കളെ, നാം വൈകി, കൃഷിക്കാരൻ ഓരോന്നോരോന്നായി വെട്ടുകയാണ്. നമുക്ക് ഇപ്പോൾ തന്നെ സ്ഥലം വിടാം. കുരുവിക്കുഞ്ഞുങ്ങൾ പരിഹാസത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാൻ മനസ്സില്ല. പേടിത്തൊണ്ടനായ മുത്തശ്ശൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോ. അങ്ങനെ പറഞ്ഞ് കുരുവിക്കുഞ്ഞുങ്ങൾ വീണ്ടും പറന്നുപോയി. മനസ്സോടെ മുത്തശ്ശൻ കുരുവി പറന്നുപോയി. ഒട്ടും വൈകാതെ ഒരു ദിവസം കൃഷിക്കാരൻ വലയുമായി അവിടേക്ക് എത്തി. മറ്റുള്ള എല്ലാ കുരുവികളെയും കുരുക്കിലാക്കി. അപ്പോൾ നല്ലവനായ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ അവർ ചിന്തിച്ചു. ഇനി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കുട്ടികളെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മിടുക്കി കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് പറയാമോ? മൂത്തവൻ വാക്കും മുതലെല്ലിക്കയും ആദ്യം കേൾക്കും പിന്നീട് മതിരിക്കും. ഇത് കണ്ടില്ലേ, മുത്തശ്ശൻ കുരുവിയും കുരുവിക്കുഞ്ഞുങ്ങളും. കണ്ടില്ലേ, കൃഷിക്കാരൻ കുരുവിക്കുഞ്ഞുങ്ങളെ കുരുക്കിലാക്കുകയാണ്.